ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിങ്ങിൻ്റെ കാര്യം പറയാനുണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യാനുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു സോസ് പാനിലേക്ക് നമുക്ക് 500 ml അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് 250 ml കപ്പാണ്. ആ കപ്പിൽ 2 കപ്പ് അളവിൽ നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡാർക്ക് കോക്കോ പൗഡർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് അല്ലാത്ത കോക്കോ പൗഡർ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് വൈസ് എല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/2 കപ്പ് വരെ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/3 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് വേറൊരു പാൻ എടുക്കണം. അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരുവിധം പുഡിംഗ് വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ചൈന ഗ്രാസും ജലാറ്റിനും യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കൂടുതലും ഞാൻ കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ പാക്കാണ്. ആ പാക്കിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷന്. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് 900 ml പാലിലേക്ക് ഈ 10 ഗ്രാം ചൈന ഗ്രാസ് എന്നാണ് ഈ മൊത്തം എടുക്കണമെന്നാണ്. അപ്പം നമ്മൾ അത്രയും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ട് വരാം. ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ മാറിയിട്ട് ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ചൈന ഗ്രാസ് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാലിനും അതുപോലെ തന്നെ ചൈന ഗ്രാസിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. അതായത് പാല് കൂടുതലായിട്ട് അങ്ങ് തിളച്ച് പോകരുത്. പാല് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് മീൻസ് തിള വരരുത്. അതിന് മുൻപായിട്ട് നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു സ്റ്റൗവിൽ ചൈന ഗ്രാസും ഒരു സ്റ്റൗവിൽ നമ്മുടെ പാലിൻ്റെ മിക്സും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സിയിൽ കൊക്കോ പൗഡറിൻ്റെ കട്ടകളെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് എന്തായി നോക്കാം. ചൈന ഗ്രാസ് മെൽറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചൈന ഗ്രാസ് ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, മെൽറ്റായി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇത് മെൽറ്റായി വന്നാൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സിയിൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി കട്ടകളായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഈ പാലിൻ്റെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതങ്ങ് മെൽറ്റായി പൊക്കോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസി മാറിയിട്ട് ഇത്തിരി തിക്കായിട്ട് വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഏകദേശം ഒരു 7-8 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിക്കായി വരാനായിട്ട്. കാരണം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒന്നുകൂടെയും മെൽറ്റ് ആവാനുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 7-8 അപ്രോക്സിമേറ്റ്ലി ഒരു 10 മിനിറ്റ് പിടിച്ചോ. 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ആയി വരാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും. കണ്ടില്ലേ, ഈ ലിക്വിഡായിട്ടുള്ള ഫോമൊക്കെ മാറിയിട്ട് ഇത്തിരി തിക്കായി വന്നിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏതിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സെയിൽ ചെയ്യാനായിട്ട് ഇതേപോലുള്ളൊരു ജാറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. സ്റ്റീൽ പ്ലേറ്റിലോ ഗ്ലാസ് ബൗളിലോ ഈവൻ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ വരെ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഓരോ ജാറിലും ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. പുഡിങ്ങിൻ്റെ മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് ഇത് തുറന്നു നോക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഒരല്പം ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ ഈ ഒരു ജാർ പുഡിങ്ങിന് ഞാൻ വാങ്ങുന്ന റേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റിന് 180 രൂപയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്